അല്ല, സാറിത് എവിടെ പോവാ? ഞാൻ ഓഫീസിലേക്ക്. ഓഫീസിലേക്കോ? ആ. ഇന്ന് ഓഫീസിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ തന്നെ കാണുന്നില്ലേ സാർ എന്നോട് പറഞ്ഞത്? ഇപ്പൊ സാർ ആ തീരുമാനം മാറ്റിയോ? പാറു, ഓഫീസിലേക്ക് പോവാതെ ഇവിടെ ഇങ്ങനെ നിന്റെ ചന്തവും കണ്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ മുട്ടി ഉരുമിയിരുന്ന് സൊറ പറയണമെന്നും നിന്റെ കൈകൊണ്ട് നീ വെച്ച് വിളമ്പി തരുന്ന സ്വാദിഷ്ടമായ വിഭവങ്ങൾ വയറ് നിറയെ കഴിക്കണമെന്നും നിന്റെ ഈ കാർകൂന്തൽ ചീകി ഒതുക്കി അതിൽ മുല്ലപ്പൂ ചൂടിക്കണമെന്നും നിന്റെ ഈ സുന്ദരമായ മുഖത്ത് കണ്ണെഴുതി പൊട്ടു വയ്ക്കണമെന്നും എന്നിട്ട് 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 എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഛേ, ഈ വിശാൽ സാറിന് ഒരു നാണമില്ല. പിന്നെ നാണം. അല്ല, ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടാണോ ഓഫീസിലേക്ക് പോകുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നിപ്പോ ഇത് ആഗ്രഹിക്കാനേ പറ്റൂ. ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തു പറ്റി? അമ്മ പറഞ്ഞു വെറുതെ വീട്ടിലിരിക്കാതെ ഓഫീസിലേക്ക് ചെല്ലണമെന്ന്. അല്ല, അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? സാധാരണ അമ്മ ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. ഇല്ല, പക്ഷേ ഇത് വൃശ്ചിക മാസമല്ലേ? അതെ, അതിനെന്താ? വൃശ്ചിക മാസത്തിൽ ഞാൻ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണമെന്ന് അമ്മയോട് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു അത്രേ. ഓഹോ, ആണോ? എന്നാ ശരി. അങ്ങനെ ജ്യോത്സ്യൻ പറഞ്ഞ സ്ഥിതിക്ക് അത് തെറ്റിക്കുന്ന ശരിയാണ്. ബ്രഹ്മചര്യ വ്രതമെങ്കിൽ ബ്രഹ്മചര്യ വ്രതം അതനുഷ്ഠിച്ചേക്കാം. ഏതായാലും അമ്മ ജ്യോത്സ്യനെ കണ്ട് ചോദിച്ചറിഞ്ഞ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതേ എൻ്റെ നന്മയ്ക്കും ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയായിരിക്കും. അതുകൊണ്ട് അമ്മയോട് നിഷേധം കാണിക്കാതെ ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ശരി സർ. ഇതൊന്നും പാടില്ലല്ലോ, ഞാൻ മറന്നുപോയി. അപ്പോ ഞാൻ പോയിട്ട് വരാം. പ്രഭാവതി അമ്മയുടെ തന്ത്രവും സൂത്രവും ഒക്കെ എനിക്ക് മനസ്സിലായി. ഞാനും വിശാൽ സാറും ഒരിക്കലും ഒന്നാവാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ ബുദ്ധി പ്രയോഗിക്കുന്നത്. ഇതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുമെന്നാണ് അവർ കരുതുന്നത്. അവരുടെ ഈ കരുനീക്കങ്ങളെ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ചേച്ചി, എനിക്ക് കഴുത്തിലും കാലിലും കയ്യിലും ഒക്കെ ഇട്ട് നടക്കാനേ കുറച്ച് ആഭരണങ്ങൾ വേണം. സ്വർണ്ണാഭരണങ്ങള്. അത് മാത്രമല്ല, എനിക്ക് ഈ വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു. അതുകൊണ്ട് ഓഫീസില് ഒരു നല്ല ജോലി എനിക്ക് വേണം. പല്ലവി, നിനക്കിത് എന്ത് പറ്റി? ഈ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ എവിടെ നിന്ന് വന്നു? അതൊക്കെ ഉണ്ട്. ആദ്യം കുറച്ച് ആഭരണങ്ങൾ എടുത്തതാ. ഇതുവരെ തോന്നാത്ത ഈ ആഗ്രഹങ്ങളൊക്കെ നിനക്ക് എങ്ങനെ ഉണ്ടായെന്നൊന്ന് ആദ്യം അറിയട്ടെ. പറയൂ. അതെ, പ്രഭാവതി അമ്മ പറയുക എന്നെ കണ്ട ഈ വീട്ടിലെ മരുമകളാണെന്ന് തോന്നിയേയില്ലെന്ന്. അതെന്താ തോന്നാത്തെ? ഈ വീട്ടിലെ മരുമകളായിട്ട് തോന്നണമെങ്കിൽ ഞാൻ നിറയെ ആഭരണങ്ങൾ അണിയണമെന്നും എനിക്ക് ഓഫീസിൽ ഉയർന്ന ജോലി വേണമെന്നുമാണ് പ്രഭാവതി അമ്മ പറയുന്നത്.
പ്രഭാവതി അമ്മയുടെ ബുദ്ധി കൊള്ളാലോ. ഇവളെ ഇങ്ങനെ ഇളക്കി വിട്ട് എന്നെയും ഇവളെയും തമ്മിൽ ശത്രുക്കളാക്കാനാണ് അവരുടെ പ്ലാൻ. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ ചിന്തിക്കുന്നേ? ഞാൻ പറഞ്ഞ കാര്യങ്ങള് എനിക്ക് സാധിച്ചു തരാനേ ചേച്ചിയെ കൊണ്ട് പറ്റില്ലേ? പറ്റും, തീർച്ചയായും പറ്റും. അതിനു മുമ്പ് നീ ചില കാര്യങ്ങളൊക്കെ അറിയണം. അതെന്താ ഞാൻ അറിയേണ്ട കാര്യങ്ങള്? പല്ലവി, ഞാൻ എപ്പോഴെങ്കിലും അമിതമായി ആഭരണങ്ങൾ അണിയുന്നത് നീ കണ്ടിട്ടുണ്ടോ? അത് ഇല്ല. ദേവമ്മയുടെ ആഭരണങ്ങൾ മുഴുവനും എനിക്ക് നൽകിയതാണ്. എന്നാ ഞാൻ അതിൽ നിന്നും ഒരു തരി സ്വർണം പോലും എടുക്കാതെ സകലതും തിരികെ കൊടുത്തു. ഞാനിപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സണാണ്. അതൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടോ അങ്ങനൊരു സ്ഥാനം കമ്പനിയിൽ എനിക്ക് വേണമെന്ന് വിശാൽ സാറിനോട് പറഞ്ഞിട്ടോ കിട്ടിയതല്ല. സാറായിട്ട് എന്നെ ആ കസേരയിൽ ഇരുത്തിയതാ. പക്ഷേ എനിക്ക് കിട്ടിയ ആ സ്വർണ്ണാഭരണങ്ങളെക്കാളും കമ്പനിയിലെ എൻ്റെ പദവിയെക്കാളും ഞാൻ വിലമതിക്കുന്നത് മറ്റൊന്നാ, വിശാൽ സാറിന്റെ ഭാര്യ എന്ന സ്ഥാനം. അതാ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. വിശാൽ സാറിന്റെ ഭാര്യയായിട്ടിരുന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക, അതാണ് മഹത്തരം. അതുകൊണ്ടാ പലപ്പോഴും ഞാൻ ഓഫീസിലേക്ക് പോവാതെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിയുന്നത്. അതാണ് ഒരു ഭാര്യയുടെ കടമ. ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം വിശാൽ സാറിന്റെ ഭാര്യയാവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിനുള്ള സന്തോഷം. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, പല്ലവിക്ക് എന്താ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്? ആഭരണങ്ങൾ അണിഞ്ഞ് ഇവിടുത്തെ മരുമകളാണെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതാണോ? ഓഫീസില് ഉയർന്ന ജോലി കിട്ടുന്നതാണോ? അതോ വിപിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വിപിന്റെ ഭാര്യയായി മാത്രം ജീവിക്കുന്നതാണോ? പറയ്, ഏതാ നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്? പല്ലവി, നീ അനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് ഞാൻ വിപിനോട് വിശദമായിട്ട് സംസാരിച്ചു. അവനെ ഞാൻ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നീ കള്ളം പറഞ്ഞ് അവനെ വിവാഹം കഴിച്ചെന്ന് അവനിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിന്നോടുള്ള എല്ലാ വെറുപ്പും അവൻ മറന്നു കഴിഞ്ഞു. ഇനി സ്നേഹത്തോടെ ഐക്യത്തോടെ നിന്നെ ഭാര്യയായി അംഗീകരിച്ച് ജീവിക്കാമെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. വിപിൻ നിന്നെ ഭാര്യയായി അംഗീകരിച്ചു കഴിഞ്ഞ നീ പിന്നെ ഈ വീടിന്റെ മരുമകൾ തന്നെയല്ലേ മോളെ? വിപിൻ നിന്നെ അംഗീകരിക്കുന്നതോടെ ആഭരണങ്ങളും പദവിയും ഒന്നുമില്ലെങ്കിലും നിന്നെ ഈ വീട്ടിലെ മരുമകളായി പ്രഭാവതി അമ്മ അടക്കമുള്ള സകലരും അംഗീകരിക്കും. പാർവതി പറഞ്ഞത് സത്യ. എനിക്കിപ്പോ നിന്നോട് യാതൊരു വിരോധവുമില്ല. എന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുണ്ടായിരുന്ന വിദ്വേഷമെല്ലാം പാർവതി ഉപദേശിച്ച് മാറ്റിയെടുത്തു. ഇനി ഒരിക്കലും ഞാൻ നിന്നെ അവഗണിക്കില്ല. ഇവിടുന്ന് അങ്ങോട്ടിനെ ഞാനും നീയും പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കും. അത് ഞാൻ പാർവതിക്ക് കൊടുത്ത വാക്കാ. ആ വാക്കിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. പല്ലവി, ഇനി മരണം വരെ നിന്റെ നല്ല പാതിയായി ഞാനുണ്ടാവും. മതി, എനിക്കിത് കേട്ടാ മതി. ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. ചേച്ചി, എനിക്ക് ആഭരണങ്ങളും പണവും പദവിയും ഒന്നും വേണ്ട. എനിക്കെന്റെ വിപിൻ സാറിനെ മാത്രം മതി.
പല്ലവിയെ നന്നായി ട്യൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. അവളിപ്പോ പാർവതിയോട് അവൾ കണിയാനുള്ള കുറച്ച് സ്വർണവും കമ്പനിയിലെ ജോലിയും ചോദിച്ചിട്ടുണ്ടാവും. പാർവതി അതൊക്കെ കൊടുക്കൂ? പിന്നെ അവള് കൊടുക്കുന്നു. സ്വർണവും കൊടുക്കില്ല, ജോലിയും കൊടുക്കില്ല. അവൾ അത് കൊടുക്കാതാവുമ്പോ പല്ലവി അവളുമായിട്ട് ഉടക്കും. അത് പിന്നെ വലിയൊരു വഴക്കും തമ്മിലടിയും ആവും. ആ ഇപ്പൊ ചെന്നാലേ അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള അടി ലൈവായിട്ട് കാണാം. വാ. അയ്യോ ആന്റി, ഇവള് വലിയ ഹാപ്പിയിലാണല്ലോ വരുന്നത്. എന്റെ ഊഹം തെറ്റിയോ? എന്താ മോളെ, നീ വലിയ സന്തോഷത്തിലാണല്ലോ. നിന്റെ ആവശ്യങ്ങളൊക്കെ ചേച്ചി സാധിച്ചു തന്നോ? ഏയ് പിന്നെന്താ ഈ സന്തോഷത്തിന് കാരണം? അതെ, ഞാൻ ചോദിച്ചതിനേക്കാൾ വലിയൊരു സമ്മാനം ചേച്ചി എനിക്ക് തന്നു. അതെന്താ അത്ര വലിയൊരു സമ്മാനം? അതോ, വിപിൻ സാറ് ഇനി ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടില്ലല്ലോ. ഇനി എന്നും പിണക്കമൊക്കെ മറന്ന് എന്നോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാന്ന് വിപിൻ സാറ് ചേച്ചിക്ക് വാക്കു കൊടുത്തിരിക്കുക. ഇങ്ങനെയൊക്കെ ആയതിന് പ്രഭാവതി അമ്മയോട് നന്ദി പറയണമെന്നും ചേച്ചി പറഞ്ഞു. എന്നോട് നന്ദി പറയാനോ? എന്നോടെന്തിനാ നന്ദി പറയുന്നത്? അമ്മയോട് നന്ദി പറയണം. അതിപ്പോ ചേച്ചി പറഞ്ഞില്ലായിരുന്നെങ്കിലും ഞാൻ നന്ദി പറയുമായിരുന്നു. അല്ല, അതിനെന്താ ഇപ്പൊ കാരണം? അത് പറ. അമ്മയാണല്ലോ ആഭരണങ്ങളും ജോലിയും ചോദിക്കാൻ വേണ്ടി എന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. ആ അല്ല, ഞാൻ പറഞ്ഞു വിട്ടിട്ട് എന്ത് കാര്യം? നിനക്ക് സ്വർണവും ജോലിയൊന്നും നിന്റെ ചേച്ചി തന്നില്ലല്ലോ. ഇല്ല, പക്ഷേ അതൊന്നും അല്ലല്ലോ സന്തോഷത്തിന്റെ അടിസ്ഥാനം. സന്തോഷത്തിന്റെ അടിസ്ഥാനം നല്ല കുടുംബജീവിതം. ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ പരം ഒരു സന്തോഷം മറ്റൊന്നിൽ നിന്നും കിട്ടില്ലെന്നാ ചേച്ചി പറഞ്ഞത്. സ്വർണവും ജോലിയൊന്നും അതിന്റെ മുന്നിൽ ഒന്നുമല്ല. ചേച്ചി അത് പറഞ്ഞപ്പോ എനിക്കും അത് ശരിയായി തോന്നി. ഇനി എന്റെ ലക്ഷ്യം സ്നേഹം കൊണ്ട് വിപിൻ സാറിന്റെ മനസ്സ് കീഴടക്കുക. എന്നോടുള്ള വെറുപ്പ് മറന്നുവെന്ന് സാറ് ചേച്ചിക്ക് വാക്ക് കൊടുത്ത സ്ഥിതിക്ക് സാറിന്റെ മനസ്സിൽ ചേക്കേറാൻ എനിക്കിനി ഈസി ആയിട്ട് കഴിയും. വിപിൻ സാറിനോട് വഴക്കിടരുതെന്ന് പറഞ്ഞ് ചേച്ചി എന്നോട് സത്യം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നോട് പിണങ്ങരുതെന്ന് വിപിൻ സാറിനോടും ചേച്ചി പറഞ്ഞിട്ടുണ്ട്. വിപിൻ സാറെ അതെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അല്ല പല്ലവി, നിന്നോടുള്ള വെറുപ്പ് ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടും അവന്റെ ചേട്ടൻ വിശാല് പറഞ്ഞിട്ടും കേൾക്കാത്ത വിപിൻ എന്താ ഇപ്പൊ നിന്റെ ചേച്ചി പറയുന്നത് മാത്രം അനുസരിക്കുന്നത്? അതിലെനിക്ക് എന്തോ കുഴപ്പം തോന്നുന്നുണ്ട്. പല്ലവി, നിന്റെ ചേച്ചിയുടെ ഈ നീക്കങ്ങൾ നിന്റെ നന്മയ്ക്കാണോ അതോ നാശത്തിനാണോന്ന് നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഞാനിപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ഏതായാലും വിപിൻ സാറിന് എന്നോടുള്ള ഇഷ്ടക്കേടും വൈരാഗ്യമൊക്കെ മാറിയല്ലോ. എനിക്ക് അത് മതി. ഇനി ആരൊക്കെ എന്തൊക്കെ കളി കളിച്ചാലും ഞങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയില്ല. ആന്റി, ആന്റിയുടെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലോ. ആന്റി പാർവതിക്കെതിരെ പല്ലവിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അയച്ചപ്പോഴേ ആന്റി മനസ്സിൽ കണ്ടത് അവളെ മാനത്ത് കണ്ടു. പാർവതിക്കെതിരെ നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ കൂടി തിരിച്ച് നമുക്ക് നേരെ തന്നെയാണല്ലോ വരുന്നത്.
ഇതേ ഒരു സ്പെഷ്യൽ ചായ. ഏലക്കയും ഇഞ്ചിയും കറുകപ്പട്ടയിട്ട നല്ല ഗംഭീരൻ ചായ. ഇത് കുടിച്ചാ എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറും. മനസ്സ് നല്ല ശാന്തമാകും. ശരീരത്തിന് നല്ല ഉന്മേഷവും ലഭിക്കും. എന്നാ നീ ആ ചായ ഇങ്ങതാ, ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. അയ്യോ, ഇത് അമ്മയ്ക്ക് കുടിക്കാനുള്ള ചായയല്ല, എനിക്ക് കുടിക്കാൻ ഞാൻ തന്നെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാ. ഞാനിത് കുടിക്കട്ടെ. അല്ല, എന്തായി നിങ്ങളുടെ പ്ലാനിങ്? അത് പൊളിഞ്ഞു പോയല്ലേ? എൻ്റെ അനിയത്തിയെ എനിക്കെതിരെ തിരിക്കാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ലല്ലേ? ശോ, അത് കഷ്ടായി പോയല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് നടക്കില്ലെന്ന്? പല്ലവിയെ എനിക്കറിയും പോലെ നിങ്ങൾക്കറിയില്ല. ആ ഉറപ്പിലാണ് ഞാനത് പറഞ്ഞത്. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? ഇനി അടുത്ത ഊഴം ജാസ്മിൻ്റെയാ. ഞാൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ജാസ്മിൻ ഈ വീടിൻ്റെ പടിയിറങ്ങിയിരിക്കും. കരുതിയിരുന്നോ? എടീ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? ഈ പ്രഭാവതി ഇവിടെ ഉള്ളപ്പോ ജാസ്മിനെ ആരാ ഇവിടുന്ന് ഇറക്കി വിടുന്നത്? എനിക്കൊന്ന് കാണണമല്ലോ. അത് നമുക്ക് കാണാം. ജാസ്മിൻ ഇവിടെ ഗസ്റ്റായിട്ട് വന്നതാ. എന്നിട്ട് ഇവൾക്ക് എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കണം. അതിന് ഞാനിവളെ അനുവദിക്കൂ? ഇവളുടെ അടവുകൾ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ? അതെ, എല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിയാൻ ഇത് പഴയ പാർവതിയല്ല. എതിർക്കാൻ വരുന്നവരെ എതിർത്ത് തോൽപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പുതിയ പാർവതിയായത്. അതുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കും. ഇനി ആരൊക്കെ ഇവർക്ക് പിന്തുണയുമായി വന്നാലും ഇവളെ ഞാനിവിടെ നടിച്ചു തുരത്തിയിരിക്കും. എടീ, ഓടി. ആന്റി, അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ജാസ്മിൻ, അണയാൻ പോകുന്ന തീ ആളിക്കത്തും. ഇവളുടെ ഈ പിത്തലാട്ടത്തെ നീ അങ്ങനെ കണ്ടാ മതി. ഇവളുടെ തിമിർപ്പ് ഞാൻ അവസാനിപ്പിച്ചിരിക്കും. ആൻറ്റി, ജാസ്മിൻ എവിടെ? ജാസ്മിനെ ഒന്ന് വിളിച്ചേ. എന്തിനാ ഇപ്പൊ അവൾ അന്വേഷിക്കുന്നത്? എന്താ കാര്യം? ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? എന്താ അത്? ഞാൻ കൂടി അറിയട്ടെ. അതൊക്കെ പറയാം. സുശീലാൻറ്റി, ജാസ്മിനെ ഒന്ന് വിളിക്കേ. അവളും കൂടി വരട്ടെ. എന്താ എന്താ ഇവിടെ ഒരു വിശേഷം? എന്തിനാ ജാസ്മിനെ തിരക്കുന്നത്?
ജാസ്മിൻ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഹാപ്പി ന്യൂസ്? ഹാപ്പി ന്യൂസോ? എന്ത് ഹാപ്പി ന്യൂസ്? ഇനി ആ സന്തോഷ വാർത്ത പൊട്ടിച്ചേക്കാം. ജാസ്മിന്റെ വിസ റെഡിയായി.